ഹലോ ഫ്ലൈവീലേഴ്സ്, കഴിഞ്ഞ തവണ നമ്മൾ യൂണിമോഗിൻ്റെ പ്രോപ്പർ ഡ്രൈവ് കണ്ടു. പക്ഷേ ഇനി അതിൻ്റെ ശേഷം ഞാൻ വന്നിരിക്കുന്നത് ഗഗനാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ജർമ്മനി തന്നെ. ചെറിയൊരു വില്ലേജാണ് ഇവിടെ. പക്ഷേ വലിയൊരു സംഭവമുണ്ട്, മെർസിഡീസ് ബെൻസിൻ്റെ യൂണിമോഗ് മ്യൂസിയം. ലോകത്ത് തന്നെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മ്യൂസിയമാണ്. ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ പർട്ടിക്കുലർ മോഡലിന് വേണ്ടിയിട്ടുള്ളൊരു മ്യൂസിയം ഉണ്ടാവാറില്ല. പക്ഷേ യൂണിമോഗിന് മാത്രം ഒരു മ്യൂസിയം ഉണ്ട്. പിന്നെ ആകെയുള്ള ഞാൻ അറിഞ്ഞിടത്തോളം മസ്താങ്ങിനാണ് US-ലുള്ളത്. എന്തായാലും യൂണിമോഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ ബാക്കിലുള്ള ഹൗണ്ട്, ഇത് ട്രാൻസ്ഫോമർ മൂവിയിൽ അഭിനയിച്ചിട്ടുള്ള വണ്ടിയാണ്. 10 വർഷം മുമ്പ് ഞാൻ ഇവിടെ ആദ്യമായിട്ട് വന്ന് മെയ്, അതായത് 2012 വന്നത്. ഇപ്പോൾ ജൂൺ 2022 വരുമ്പോൾ കുറേ സംഗതി, മിക്കവാറുള്ള സംഗതി പഴയ പോലെ ഉണ്ട്. പുതിയൊരു ഭാഗം എടുക്കുന്നതായിട്ട് കണ്ടു. പക്ഷേ കുറച്ച് അടിപൊളി സാധനങ്ങൾ കൂടെ ആഡ് ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് എല്ലാം ഞാൻ കാണിച്ചു തരും. സോ ലെറ്റ്സ് ടേക്ക് ദ ടൂർ ത്രൂ the Mercedes Unimog Museum in Gaggenau. Welcome to Flywheel. സോ ഗായ്സ്, ഇത് ഒരു വേൾഡ് റെക്കോർഡ് വെഹിക്കിളാണ്. ഞാൻ ഫസ്റ്റ് തന്നെ കാണിക്കാൻ കാരണം അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്. വേൾഡിലെ ഏറ്റവും അധികം ആൾട്ടിറ്റ്യൂഡ്, ഏറ്റവും അധികം ഹൈറ്റിൽ പോയിട്ടുള്ള വണ്ടിയാണിത്. 6600 കിലോമീറ്റർ, അതായത് 22,000 അടി. ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് കർദുംഗ്ല പ്ലാസ് ആയിരുന്നു കുറേ കാലമായിട്ട് നമ്മൾ ഇന്ത്യയിൽ ലോകത്തിലെ ഏറ്റവും ഹൈറ്റുള്ള റോഡ് എന്ന് പറയുന്നത്. ഇപ്പം ഉംലിംഗ്ലയാണ്. കർദുംഗ്ല ഉണ്ടായിരുന്ന 18,000 ചില്ലോനും ഉംലിംഗുള്ള 19,400 ചില്ലോനുമാണ്. പക്ഷേ ഇപ്പോൾ ഉള്ളത് ഏറ്റവും വലിയ റെക്കോർഡായിട്ട് നിൽക്കുന്നത്, അവിടെ എല്ലാവർക്കും പോകാൻ പറ്റുന്ന സ്ഥലമല്ല, ഇത് 22,000 അടി വരെ പോയിട്ടുള്ളൊരു ട്രക്കാണ്. റോഡൊന്നുമില്ല, ഒരു വോൾക്കാനോ, അതായത് ഒരു അഗ്നിപർവ്വതം, ഒരു എക്സ്പെഡിഷൻ ടീം, മേലെ പേര് ഇതിൻ്റെ മത്യാസ് ജാക്ക് എന്ന് പറഞ്ഞുള്ള ആൾ, ഒരു എക്സ്പെഡിഷൻ ടീം പോയിട്ട് റെക്കോർഡ് ഇട്ടിരിക്കുകയാണ്. ഇതിൻ്റെ മുമ്പ് റെക്കോർഡുണ്ടായിരുന്നു സീട്രോസിനായിരുന്നു, പക്ഷേ അത് 20 എത്തിയിട്ടുണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. 20,000 ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ എനിവേ ഇതോട് കൂടിയിട്ട് പുതിയ റെക്കോർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വെഹിക്കിളാണ്. ഇതിൻ്റെ ലുക്സ് തന്നെ കണ്ടാൽ മനസ്സിലാവും. അതിന് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ള ടയേഴ്സും അതുകൊണ്ട് ബിൽഡ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ പക്ഷേ കഴിഞ്ഞ തവണ ഓടിച്ചിരുന്ന U4023 എന്ന് പറഞ്ഞാൽ ട്രക്കിനെ ബേസ് ചെയ്തിട്ടുള്ള 5023 ആയിട്ടുള്ള ട്രക്കാണിത്. പക്ഷേ ഈ ഒരു ടയർ സ്പെഷ്യലി ഉണ്ടാക്കിയതാണ്. ആക്ച്വലി ഈ ഒരു ടയർ ഈ ഒരു എക്സ്പെഡിഷന് വേണ്ടിയിട്ട് ഇസ്രായേലിൽ നിന്ന് ഒപ്പിച്ചിട്ടുള്ളതാണെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഇതിൻ്റെ മുമ്പിൽ വലിയൊരു ടയർ നിങ്ങൾ വെക്കുന്നുണ്ടാവും. ആ ടയറും അതുപോലെ തന്നെ ആ ഒരു വിഞ്ചെല്ലാം വെച്ചിരിക്കാൻ കാരണം ഫ്രണ്ടിലുള്ള കൗണ്ടർ വെയിറ്റ് വരാനാണ്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിന് സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ബേസിക് ആയിട്ടുള്ള യൂണിമോഗ് തന്നെയാണിത്, പോട്ടാക്സിലോട് കൂടിയുള്ള യൂണിമോഗ്. പക്ഷേ വേൾഡ് റെക്കോർഡ് ഹോൾഡറാണ്. ഏറ്റവും ഹയസ്റ്റ് റോഡിൽ ഓക്സിജൻ ലെവലിൽ വളരെ കുറഞ്ഞ സ്ഥലത്ത് 22,000 അടിയിൽ, അതും ഒരു തരവും റോഡും ഇല്ലാത്ത സ്ഥലം. അടിപൊളി വിഷ്വൽസ് ഉണ്ടായിട്ട് എനിക്ക് നേരത്തെ കിട്ടിയതാണ്, അത് ഞാൻ ഷെയർ ചെയ്യാം. ലെറ്റ്സ് സീ എങ്ങനെ ഉണ്ടാകും. യൂണിമോഗ് എന്ന പേര് വരുന്നത് യൂണിവേഴ്സൽ മോട്ടോർ ഗറാജ് എന്ന ജർമ്മൻ വേർഡിൽ നിന്നാണ്. യൂണിമോഗ് ഡെവലപ്പ് ചെയ്ത എഞ്ചിനീയർ ഹാൻസ് സെബൽ, അയാളുടെ ഒരു ടെക്നിക്കൽ ഡ്രോയിങ്ങിൽ എഴുതി വെച്ചിരുന്ന വാക്കായിരുന്നു യൂണിവേഴ്സൽ മോട്ടോർ ഗറാജ്. അത് ഉദ്ദേശിക്കുന്നത് യൂണിവേഴ്സലായിട്ട്, അതായത് എവിടെയും എത്തരത്തിലും പോകാവുന്ന, വർക്ക് ചെയ്യാവുന്ന ഒരു മെഷീൻ എന്ന രീതിയിലാണ്. അങ്ങനെ തന്നെ ഈ 3 വാക്കിൽ നിന്നാണ് യൂണിമോഗ് എന്ന പേര് ഉത്ഭവിക്കുന്നത്. 1946 നവംബർ 20 യൂണിമോഗ് എന്ന പേര് ഒഫീഷ്യലി അൺവീൽ ചെയ്യുന്നത്. എന്നാൽ യൂണിമോഗ് എന്ന വാഹനം ഉത്ഭവിക്കുന്നത് 1948 ജർമ്മനിയിലെ ബോയിങ്ങർ എന്ന സ്ഥലത്താണ് യൂണിമോഗ് ആദ്യമായിട്ട് നിർമ്മിക്കുന്നത്. യൂണിമോഗ് നിർമ്മിക്കാനുണ്ടായത് ഒരു ആഭ്യന്തര സിറ്റുവേഷൻ കൊണ്ടാണ്. ലോകമഹായുദ്ധകാലത്ത് ജർമ്മനിക്കുണ്ടായിരുന്ന ആധിപത്യം തകർന്ന ശേഷം അവരെ കൺട്രോൾ ചെയ്തിരുന്ന അമേരിക്കയായിരുന്നു. അമേരിക്ക അന്ന് കൊണ്ടുവന്നിരുന്ന ഒരു നിയമമായിരുന്നു ജർമ്മനിയിൽ കാര്യമായിട്ടുള്ള വ്യവസായങ്ങളൊന്നും നടക്കാതിരിക്കുക എന്നുള്ളത്. ആ സമയത്ത് ആകെ നിർമ്മാണത്തിലുണ്ടായിരുന്നത് കൃഷി സംബന്ധമായതും ജീവിതാവശ്യങ്ങൾക്കുള്ള ഉത്ഭവങ്ങൾ മാത്രമായിരുന്നു. ജർമ്മനി എല്ലാ തരത്തിലും തകർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്ത് അന്ന് ജോലി നഷ്ടപ്പെടുത്തുന്ന ഡാംലർ ബെൻസിൻ്റെ 2 എഞ്ചിനീയർമാർ ചേർന്നിട്ടാണ് യൂണിമോഗ് നിർമ്മിക്കുന്നത്. ആൽബർട്ട് ഫ്രെഡറിച്ച് എൻറിക് റോസ്ലർ എന്ന 2 എഞ്ചിനീയർമാരാണ് യൂണിമോഗ് എന്ന ഈ ഒരു വാഹനത്തിൻ്റെ ആശയമായിട്ട് വരുന്നത്. കാരണം അന്ന് കൃഷിക്ക് അനുബന്ധമായിട്ട് ട്രാക്ടറുകൾ നിർമ്മാണത്തിലുണ്ടായിരുന്നു. എന്നാൽ ട്രാക്ടറുകൾ വയലുകളിൽ മാത്രം ഉപയോഗിക്കുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്തരം ഒരു ട്രാക്ടർ വയലിൽ ഉപയോഗിക്കുന്നതിൻ്റെ പുറമെ
സ്വന്തമായിട്ടുള്ള പേഴ്സണൽ മൊബിലിറ്റിക്കും ഉപയോഗിക്കാവുന്ന തരത്തിൽ ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു യൂണിമോഗിനെ കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. അങ്ങനെ ആണ് 1940 യൂണിമോഗ് നിർമ്മിക്കുന്നത്. അന്ന് അത് മെർസിഡീസ് ബെൻസോ ഡാimler ബെൻസോ ആയിരുന്നില്ല. അന്നത്തെ യൂണിമോഗിൻ്റെ ലോഗോ തന്നെ ഒരു കാളയുടെ മുഖമായിരുന്നു. ഇതിന് കാരണമായത് ഏത് രാജ്യത്താണും അന്ന് ഉഴുതുമറിക്കാനും കൃഷിക്കും ഉപയോഗിച്ചിരുന്നത് കാളയെ തന്നെയായിരുന്നു. അങ്ങനെ കരുത്തനായ ഒരു കാളയുടെ മുഖമായിരുന്നു അന്നത്തെ യൂണിമോഗിൻ്റെ ലോഗോ. 1948 മുതൽ 51 വരെയാണ് യൂണിമോഗ് ബോറിങ്ങറിൽ നിർമ്മിച്ചിരുന്നത്. ഈ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ യൂണിമോഗിന് ഏറെ പ്രശസ്തിയാണ് ലോകാടിസ്ഥാനത്തിൽ നേടിയിരുന്നത്, പ്രത്യേകിച്ചും യൂറോപ്പിൽ. ഡാimler ബെൻസിൻ്റെ എഞ്ചിനീയർമാരായതുകൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ യൂണിമോഗിൽ ഉപയോഗിച്ചിരുന്ന മെർസിഡീസ് ബെൻസ് എഞ്ചിൻസ് തന്നെയായിരുന്നു. അത്തരമൊരു സപ്പോർട്ടായിരുന്നു തുടക്കം മുതൽ മെർസിഡീസ് ബെൻസിനും യൂണിമോഗിനുണ്ടായിരുന്നത്. പിന്നീട് 1951 ഡാimler ബെൻസ് എന്ന പാരന്റ് കമ്പനി അന്ന് യൂണിമോഗ് സ്വന്തമാക്കുകയും 1953 മുതൽ ബെൻസിൻ്റെ ലോഗോട് കൂടിയിട്ടുള്ള യൂണിമോഗ് നിർമ്മാണത്തിൽ വരികയും ചെയ്തു. 51 മുതൽ ഗഗനോയിലുള്ള പ്ലാന്റിലാണ് യൂണിമോഗ് നിർമ്മിച്ചു വരുന്നത്. എന്നാൽ 2002 മുതൽ മെർസിഡീസ് ബെൻസിൻ്റെ വർത്ത് പ്ലാന്റിലാണ് യൂണിമോഗ് നിർമ്മിക്കുന്നത്. ഈ ഒരു സ്പെഷ്യൽ പ്ലാന്റിൻ്റെ എപ്പിസോഡ് ഞങ്ങൾ മുമ്പേ കൊണ്ടുവന്നിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. മിസ്സായവർ എന്തായാലും ആ എപ്പിസോഡ് ഒന്ന് കാണണം. അതിൽ എങ്ങനെയാണ് ഇന്ന് യൂണിമോഗ് നിർമ്മിക്കുന്നതെന്ന് മനസ്സിലാക്കാം. മെർസിഡീസ് ബെൻസ് സ്വന്തമാക്കിയതിന് ശേഷം യൂണിമോഗിൻ്റെ പ്രശസ്തി ലോകാടിസ്ഥാനത്തിൽ വളർന്നു. കാർഷിക ഉപയോഗത്തിന് പുറമെ മിലിറ്ററി ഉപയോഗങ്ങൾക്കും മറ്റുള്ള പല ഉപയോഗങ്ങൾക്കും യൂണിമോഗ് ഉപയോഗിക്കാൻ തുടങ്ങി. അതിൽ ചിലതാണ് ഫയർ എഞ്ചിൻ, അഗ്രികൾച്ചർ എക്യുപ്മെൻറ്റ്, കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ്, മുനിസിപ്പൽ എക്യുപ്മെൻറ്റ് കാരിയർ, സ്നോ പ്ലവർ, ആർമി ആംബുലൻസുകൾ മുതലായവ. ഇതിൽ എന്നെ ഏറ്റവും ആകർഷിച്ചിരുന്നത് പണ്ട് മുതൽ തന്നെ റോഡ് റെയിൽ വാഹനമായിട്ട് ഉപയോഗിച്ചിരുന്ന യൂണിമോഗാണ്. റെയിൽവേ ഷണ്ടിങ്ങിന് വേണ്ടിയിട്ടും ചെറിയ ദൂരങ്ങളിലുള്ള ഗുഡ്സ് വാഹനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ട് യൂണിമോഗ് ആദ്യകാലം മുതൽ തന്നെ ഉപയോഗിച്ച് വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ അത്തരം ഉപയോഗങ്ങൾക്കുള്ള യൂണിമോഗ് 1000 ടണ്ണ് വരെ വലിക്കാൻ കപ്പാസിറ്റി ഉള്ളവയാണ്. ഇതിനെക്കുറിച്ച് കഴിഞ്ഞ യൂണിമോഗ് ഡ്രൈവിൻ്റെ എപ്പിസോഡിൽ ഞാൻ മെൻഷൻ ചെയ്തിരുന്നു. അത് മിസ്സായവർക്കും ഞാനൊരു ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ട്, കാണാവുന്നതാണ്. എന്നാൽ ഏതൊരു സക്സസ്ഫുൾ വാഹനത്തിനും ഒരു മോട്ടോർ സ്പോർട്ട് ഹിസ്റ്ററി ഉണ്ടാവാറുണ്ട്. യൂണിമോഗ് പോലൊരു വാഹനത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു ഹിസ്റ്ററിയാണ് ഉണ്ടായിരുന്നത്. അത് ഡക്കാർ റാലിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് 4 തവണ ചാമ്പ്യൻ ആയിട്ടുള്ള ഹിസ്റ്ററിയാണ്. ഡക്കാർ റാലി എന്ന് പറഞ്ഞാൽ ഇന്നും ഏറ്റവും കഠിനമായിട്ടുള്ള റാലികളിൽ ഒന്നാണ്. അതിൽ 4 തവണ ട്രക്ക് വിഭാഗത്തിൽ ചാമ്പ്യൻ ആവുകയും പിന്നീട് ഒരുപാട് തവണ ഇൻഡിവിജ്വൽ പാർട്ടിസിപ്പേഷനിൽ വരികയും അതാത് വിഭാഗത്തിൽ വിജയിയാവുകയും ചെയ്തിട്ടുള്ള ഒരു ട്രക്ക് തന്നെയാണ് യൂണിമോഗ്. തെക്ക് മുതൽ പടിഞ്ഞാറ് വരെയുള്ള എല്ലാ ഭാഗത്തും പല ഉപയോഗങ്ങൾക്കായിട്ടും യൂണിമോഗ് ഉണ്ട്. ഇന്ത്യയിലും എണ്ണത്തിൽ കുറവാണെങ്കിലും യൂണിമോഗ് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യയിൽ സ്നോ പ്ലോവിങ്ങിന് ഉപയോഗിക്കുന്നതും ഇന്ത്യൻ റെയിൽവേൻ്റെ മാപ്പിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതും ഉൾപ്പെടെ വിരലിലെണ്ണാവുന്നതാണെങ്കിലും യൂണിമോഗിൻ്റെ പ്രസൻസ് ഇന്ത്യയിലും നമുക്ക് കാണാം. എന്നാൽ യൂണിമോഗ് എന്നത് യുണീക്കായിട്ടുള്ളൊരു വാഹനം തന്നെ. അതുപോലൊരു മറ്റൊരു വാഹനം നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് വെച്ചാൽ സംശയമാണ്. ഇതുപോലുള്ള കേപ്പബിൾ ആയിട്ടുള്ള വാഹനങ്ങളുണ്ട്, പക്ഷേ ഇത്രയും ഉപയോഗങ്ങളിൽ വരുന്നത് കുറവാണ്. ചിലത് മിലിറ്ററി പർപ്പസിന് ഉപയോഗിക്കുന്നതും ചിലത് പെർട്ടിക്കുലറായിട്ട് പർപ്പസിന് ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ട്രക്കുകളാണുള്ളത്. അതിൽ ഒന്നാണ് റാലിങ്ങിലെല്ലാം ഉപയോഗിക്കുന്ന ചില ട്രക്കുകൾ. പക്ഷേ യൂണിമോഗ് പോലെ മൾട്ടി പർപ്പസ് ആയിട്ട് ഉപയോഗിക്കുന്ന ട്രക്ക് ഇന്ന് യൂണിമോഗ് തന്നെയുള്ളൂ. മെർസിഡീസിന് പുറമെ ചില മാർക്കറ്റുകളിൽ യൂണിമോഗ് ഫ്രൈറ്റ് ലൈനർ എന്ന പേരിലും വരുന്നുണ്ട്. മിക്കവാറും അത് നോർത്ത് അമേരിക്കൻ മാർക്കറ്റായിട്ടുള്ള US, കാനഡ മാർക്കറ്റുകളിലാണ്. യൂണിമോഗ് ഇന്ന് വരെ നിർമ്മിച്ചു വന്നിട്ടുള്ള ആകെ 2 സ്ഥലത്താണ്, മുഖ്യമായിട്ടും ജർമ്മനിയിലും ഇടക്കാലത്ത് കുറച്ചു കാലം അർജൻറ്റീനയിലും മാത്രമാണ് യൂണിമോഗ് നിർമ്മിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ യൂണിമോഗ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത് കോൺഫിഗർ ചെയ്യുന്നതാണ്. പക്ഷേ പല കാറുകൾക്ക് വെയിറ്റ് ചെയ്യുന്നതിനേക്കാളും സമയമെടുക്കും യൂണിമോഗ് കിട്ടാൻ. കാരണം അത്രയ്ക്ക് ഡിമാൻഡാണ് യൂണിമോഗിന്. ഓക്കെ ഗായ്സ്, ഇവിടെ ഉള്ളതിൽ ഏറ്റവും ഓൾഡസ്റ്റ് അല്ലെങ്കിൽ പ്രോബബ്ലി ദ ഫസ്റ്റ് ഇറങ്ങിയുള്ള യൂണിമോഗിലൊന്ന്, ഇവർ നമ്പർ ചെയ്തിരിക്കുന്നതിൽ 6ാമത്തെ യൂണിമോഗ് എന്ന് പറയുന്ന യൂണിമോഗാണത്. പ്രോട്ടോടൈപ്പാണ് 1, 2 എവിടെയോ പീസസ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. 5ഉം 6ഉം നെക്സിസ്റ്റിലുള്ള, അതിൽ 6ആണ് മ്യൂസിയത്തിലുള്ള. ഇവിടെ മുതലാണ് യൂണിമോഗിൻ്റെ തുടക്കം. അന്ന് ബെൻസ് ആയിരുന്നില്ല, മെർസിഡീസ് ഒന്നും ആയിരുന്നില്ല. യൂണിമോഗ് എന്ന് പറഞ്ഞാൽ അതിലുള്ള ലോഗോ കാണാം, ഒരു കാളയുടെ കൊമ്പും കാളേൻ്റെ ഒരു ഫേസാണ്. കാരണം അതൊരു വർക്ക് ഹൗസ് ആയിട്ടായിരുന്നു യൂണിമോഗ് വന്നത്. യൂണിമോഗ് ഡെവലപ്പ് ചെയ്യാൻ കാരണം ഒന്നാമത് ഒരു വാറിൻ്റെ ശേഷം, അതായത് 2 വേൾഡ് വാർ കഴിഞ്ഞപ്പോൾ ജർമ്മനി തകർന്ന് അടഞ്ഞു ആകെ പണിയെ കിടക്കുമ്പോൾ അവർക്ക് പല രീതിയിലുള്ള ലിമിറ്റേഷനും വന്നു. 3 എഞ്ചിനീയേഴ്സ് മെർസിഡീസ് ബെൻസിലൊന്ന് വർക്ക് ചെയ്യുന്ന 3 എഞ്ചിനീയേഴ്സ് ഉണ്ടായിരുന്നു മെർസിഡീസിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർ ആക്ച്വലി പ്ലെയിനിലുള്ള എഞ്ചിൻസ് ഡെവലപ്പ് ചെയ്ത എഞ്ചിനീയേഴ്സാണ്. അപ്പോൾ അവർക്കെല്ലാം തന്നെ ഒരുപാട് ലിമിറ്റേഷൻസ് വന്നു. അവർക്ക് ഫാം ആയിട്ട് വർക്ക് ചെയ്യേണ്ടി, വീട്ടിലുള്ളൊരു ഫാം മാത്രമായിട്ട് വർക്ക് ചെയ്യേണ്ടി വന്നു. അങ്ങനെയുള്ള സമയത്ത് അന്ന് ജർമ്മനിയിൽ ആക്ച്വലി എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും ഓട്ടോമൊബൈലും ഉണ്ടാക്കാൻ പറ്റാത്ത രീതിയിൽ അവരെ അടക്കിയിട്ടുണ്ടായിരുന്നു. ജർമ്മനി അറിയാമല്ലോ, നമ്മൾ ഹിറ്റ്ലർ കഴിഞ്ഞിട്ട് ആകെ പൊളിഞ്ഞ് കിടക്കുന്ന സമയത്താണ് ഇവരുടെ ഒരു ഐഡിയ വന്ന് അഗ്രികൾച്ചർ എക്യുപ്മെൻറ്റ്സ് ഉണ്ടാക്കാമെന്നുള്ളത്. അങ്ങനെ ട്രാക്ടറിന് പകരം വെക്കാവുന്നൊരു വണ്ടി, എല്ലാ പർപ്പസും എന്നാൽ നമുക്ക് സ്വന്തം ഉപയോഗിക്കാവുന്നൊരു വണ്ടി.
ഒരു സാധനം നമ്മൾ ഫീൽഡിൽ ഉപയോഗിച്ച് കൃഷിയെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ആ സാധനം നമുക്ക് ലോഡ് ഇട്ടിട്ട് വണ്ടി ഓടിച്ച് കൊണ്ടുപോയി തിരിച്ച് വരുന്ന സാധനങ്ങൾ വാങ്ങിയിട്ട് ഫാമിലിനായിട്ട് വരാൻ പറ്റുന്ന രീതിയിലൊരു വണ്ടി എന്നൊരു കോൺസെപ്റ്റിലാണ് ആക്ച്വലി യൂണിമോഗ് ഉണ്ടാകുന്നത്. യൂണിമോഗിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷനായി നിൽക്കുന്ന ഈ ഒരു ഭാഗമാണ്. അതായത് ഇപ്പോഴും യൂണിമോഗ് എത്രയും സൊഫിസ്റ്റിക്കേറ്റഡ് ആയാലും ബേസിക്കലി എഞ്ചിൻ ഗിയർ ബോക്സ്. ഈ ഗിയർ ബോക്സ് കഴിഞ്ഞാൽ എഞ്ചിന് കഴിഞ്ഞാൽ ആക്ച്വലി ഗിയർ ബോക്സ് ആയിട്ടൊരു വ്യത്യാസമുണ്ട്. സാധാരണ നമ്മൾ ഗിയർ ബോക്സ് ഇവിടെ തന്നെ കാണാം. അപ്പോൾ എഞ്ചിൻ കഴിഞ്ഞ് ഇവിടുന്ന് ഫ്ലൈ വീൽ കഴിഞ്ഞാൽ ഒരു ഷാഫ്റ്റ് വന്ന് ഇവിടെയാണ് ഗിയർ ബോക്സ് ഉള്ളത്. അപ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കൂടുകയും ആ വെയിറ്റ് ബാലൻസിങ് ശരിയാവുകയും ചെയ്യും. അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂട്ടാനും പറ്റും. അതിന് വേണ്ടി ചെയ്യുന്നത് വെച്ചാൽ ഇവിടുന്ന് ഒരു ട്രാൻസ്ഫർ കേസ് എലോങ് വന്ന് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് റിയർ ഷാഫ്റ്റ് വന്നു, അതുപോലെ തന്നെ ഫ്രണ്ട് ഷാഫ്റ്റ് വന്നു. ഇതെല്ലാം തന്നെ ഒരു കവർ ചെയ്തിട്ടാണ് ഒരു ഷാഫ്റ്റ് നേരെ കാണുന്ന രീതിയിൽ. അപ്പോൾ ഈ ഉള്ളിലാണ് തിരിയുക, ഇത് പുറത്ത് നല്ല സ്ട്രോങ് കവറുണ്ട്. അപ്പോൾ എത്ര അടി തട്ടിയാലും എന്ത് പറ്റിയാലും ഷാഫ്റ്റ് പൊട്ടില്ല എന്നുള്ളൊരു പ്രത്യേകത. ഇതിൻ്റെ പുറമെ ഇതിൻ്റെ ഫോർ വീലർ സിസ്റ്റത്തിന് പ്രത്യേകത ഉണ്ട്. ഫോർ വീലർ നമുക്കിവിടെ എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ഫ്രണ്ട് എൻഗേജ് ആവും. അതുപോലെ തന്നെ നമുക്ക് ഒരു രീതിയിലൂടെ എൻഗേജ്, ഇപ്പം നമ്മൾ ഇലക്ട്രിക്കലി ചെയ്തതാണ്. റിയറും ഫ്രണ്ടും ഡിഫ് ലോക്ക് വർക്ക് ചെയ്യും. ഈ 2 ഡിഫ് ലോക്കും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി 3 ഡിഫ് ലോക്സ് വന്നു. അതിൻ്റെ പുറമെ ഇന്നും ഏറ്റവും യൂണീക്കായി നിൽക്കുന്ന ഒരു കാര്യമാണ് പോർട്ടൽ ആക്സൽ. കാരണം ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, അതായത് ഡ്രൈവ് ഷാഫ്റ്റ് ചെറുതാണ്, ഹബിൽ നിന്നും വരുന്ന ഡ്രൈവ് ഷാഫ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗിയേഴ്സ് വെച്ചിട്ട് താഴേക്കാണ് വീൽ ഹബ്ബ് വരുന്നത്. അത് ഇവിടെയാണ് സാധാരണ ഒരു വീൽ ഹബ്ബ് സാധാരണ നിൽക്കുക, ഒരു ടയർ സെൻട്രൽ ഫിറ്റിൽ സാധാരണഗതിയിൽ ഇവിടെ. ഇതിവിടെ ഒരു താഴേക്കൊരു ഇത് കൊടുത്തിട്ടാണ് ഒരു ഗിയറിൻ്റെ ഒരു സിസ്റ്റം കൊടുത്ത് വേറെ ഒരു ഹബ്ബ് ക്രിയേറ്റ് ചെയ്ത് ഇത്രയും ഗ്രൗണ്ട് ക്ലിയറൻസ് കൂട്ടുന്നത്. അത് ടയർ ഇവിടെ വരുമ്പോൾ ഇപ്പോൾ ഇത്രയും ആക്സിൽ പൊങ്ങി, അതുകൊണ്ടൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടി വലിയൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് കിട്ടും. അതിൻ്റെ പുറമെ ഈ ഓഫ് റോഡിൻ്റെ ഒരു പെർഫോമൻസ് കൂടുകയും ചെയ്യും. ഇതാണ് യൂണിമോഗിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ. പോർട്ടൽ ആക്സിലുള്ള വണ്ടികൾ ചിലത് ഇപ്പോൾ ഉണ്ട്, പക്ഷേ നമുക്ക് എടുത്ത് പറയാവുന്ന പെട്ടെന്ന് മനസ്സിലാവുന്ന 2 വണ്ടിയാണ് പറയാം. ഒന്ന് മെർസിഡീസ് G-Wagonൻ്റെ 6x6 വരുന്ന 63 മോഡലും 4x4 സ്ക്വയറും. ഇത് രണ്ടും മിലിറ്ററി പർപ്പസിന് ആദ്യം G-Wagonൽ വന്നിരുന്ന മോഡലാണ്. അതിനെയാണ് കസ്റ്റമൈസ് ഇങ്ങനെ ആക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഉത്ഭവം ഇവിടെ നിന്നാണെന്നുള്ളതാണ്. ഫോർ വീലർ ഡ്രൈവ് സിസ്റ്റത്തിന് വേണ്ടി നമ്മൾ പറയുമ്പം ജീപ്പും ലാൻഡ് റോവറെല്ലാം പറയുന്നുണ്ട്. സോ യൂണിമോഗ് തന്നെയാണ് യൂണിവേഴ്സൽ മൊബിലിറ്റി. അതാണ് യൂണിമോഗ്. ഞാനിപ്പോൾ ഉള്ളത് U530 എന്നെല്ലാം നേരത്തെ ഓടിച്ചിരുന്ന മോഡലിൻ്റെ ക്യാബിനിലാണ്. എൻ്റെ ക്യാബിൻ്റെ ഒരാളെ പിടിച്ചിരുത്തി നമ്മൾ കുന്നാലുണ്ട്. ഈ മോഡലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ അന്ന് കാണിക്കാൻ വിട്ടുപോയതാണ്. ഇതിൻ്റെ സ്റ്റിയറിങ് നമുക്ക് 2 സൈഡിലേക്ക് മാറ്റാൻ പറ്റും. ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവും റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആക്കാൻ പറ്റും. ബേസിക്കലി ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വെഹിക്കിളാണിത്, എങ്കിലും അതിൻ്റെ സ്റ്റിയറിങ്ങും അതുപോലെ പെഡൽസ് എല്ലാം റൈറ്റിലേക്ക് മാറ്റി വയ്ക്കാം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം റോഡ് സൈഡിലുള്ള വർക്കെല്ലാം ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആയിട്ടുള്ള ഒരു കൺട്രിയിൽ റൈറ്റിലായിരിക്കും കൺട്രോൾസ് വേണ്ടി വരും. അപ്പോൾ ഡ്രൈവറിന് അത് ലോ സ്പീഡിൽ ഓണാക്കി വെച്ചിട്ട് കൺട്രോൾ ചെയ്തുകൊണ്ട് ഓടിക്കാനും എല്ലാം ഒരു സൗകര്യത്തിനുള്ള, അത് കഴിഞ്ഞാൽ പിന്നെ ഈ ലെഫ്റ്റ് ആക്കിയിട്ട് ഈ റൂളൊന്നും തെറ്റിക്കാതെ ഓടിക്കാം. മറിച്ചും റൈറ്റ് ഹാൻഡ് ഡ്രൈവ് കൺട്രിയിലാണെങ്കിൽ ലെഫ്റ്റിലാക്കിയിട്ട് ഓടിക്കാനും പറ്റും. ഇറ്റ്സ് എ വെരി സിമ്പിൾ തിങ്, ബട്ട് ഇറ്റ്സ് വെരി യുണീക്ക് തിങ്. വേറെ വണ്ടിയിൽ കാണാത്ത സാധനം. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മളെ ഈ ഡെമോൺസ്ട്രേറ്റർ കാണിച്ചു. സോ ഗൈസ്, ഒരു യുണീക്ക് ആയിട്ടുള്ളൊരു മ്യൂസിയമാണ് യൂണിമോഗ് മ്യൂസിയം. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂണിമോഗ് കാണുകളെല്ലാം ചെയ്യാൻ, അതിൻ്റെ പുറമെ യൂണിക്ക് ഓടിക്കാൻ പറ്റിയില്ലെങ്കിലും അടിപൊളിയൊരു ട്രാക്ക് സെറ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് വണ്ടിയിൽ അവർ കൊണ്ടുപോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കുകയും ചെയ്യും. അത് തന്നെ ഒരു യുണീക്കാണ്. ഞാൻ ഫസ്റ്റ് വന്നപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടി. ഞാൻ വൈഫ് കൂടെ ആയിരുന്നു വന്ന്. അന്ന് തന്നെ നമ്മൾ ശരിക്കും കണ്ണ് തള്ളിയിരുന്നു. ഇപ്പോൾ ഓടിക്കാൻ്റെ കഴിഞ്ഞ വർഷങ്ങൾ കണ്ട എപ്പിസോഡിൽ അതൊരു ചാൻസ് കിട്ടിയപ്പം അതിനേളെ അടിപൊളിയായി. എനിവേ, ഇതും ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് ജർമ്മനിയിൽ നമ്മൾ കൊണ്ടുവരുന്നത്. ജർമ്മനി എന്ന് പറഞ്ഞാൽ ഫിൽഡ് വിത്ത് ഓട്ടോമൊബൈൽ കൾച്ചർ, ഹിസ്റ്ററി, എവറിത്തിങ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും നമ്മൾ ഇത്തരത്തിലുള്ള എപ്പിസോഡ് കൊണ്ടുവരും. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വരുന്നു. എന്താ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. അടുത്താണ് മറ്റൊരു എക്സൈറ്റിംഗ് എപ്പിസോഡ് വരെ കാണുന്നവരെ സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വീലിംഗ്.